വെൽക്കം ടു മൈ ചാനൽ യൂണിവേഴ്സൽ മീഡിയ. ഇന്നത്തെ നമ്മുടെ വിഷയം കുട്ടികളിലും മുതിർന്നവരിലുമുള്ള മൊബൈൽ ഫോൺ ഉപയോഗം എങ്ങനെ കുറയ്ക്കാം, അതിൻ്റെ പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് ആദ്യമായിട്ട് ബട്ടൺ ഫോണുകളൊക്കെ വന്ന സമയത്ത് ഇത്രയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഫോൺ അങ്ങനെ മാറി മാറി സ്മാർട്ട് ഫോണിലേക്ക് കടന്നതോട് കൂടിയിട്ടാണ് ഒരുപാട് പ്രശ്നങ്ങൾ. കാരണം അതിൽ നിന്ന് നമ്മൾ നോക്കാതെ ഒരു മണിക്കൂർ പോലും ഇരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്കാണ് ഇന്ന് എത്തി നിൽക്കുന്നത്. കുട്ടികൾ വരെ അടങ്ങിയിരിക്കാൻ വേണ്ടി മാതാപിതാക്കൾ ചെയ്യുന്നത് അവർക്ക് മൊബൈൽ ഫോൺ കളിക്കാൻ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവരിലും ഇത് ഒരു വലിയൊരു അഡിക്ഷനായിട്ട് കാണുന്നുണ്ട്. ഇത് കൗമാരക്കാരിൽ തീരെ ഒഴിച്ചുകൂടാൻ പറ്റാതെ ഇന്ന് സ്മാർട്ട് ഫോൺ ആയിക്കഴിഞ്ഞു. ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിൽ അതിൽ ഒരുപാട് ദോഷങ്ങളുണ്ട്. കൗമാരക്കാരിൽ മിക്കവരിലും കാണുന്നത് ബസ് യാത്രയിലുടനീളം ഹെഡ്ഫോണുകളൊക്കെ വെച്ച് നമ്മൾ പാട്ട് കേട്ട് മണിക്കൂറുകളോളം ഇരിക്കുന്നത് തന്നെ അവരുടെ ഇയറിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇയർ ബാലൻസ് മൂലമുള്ള ഒരുപാട് അസുഖങ്ങൾ അത് വരും. അതിൻ്റെ പ്രത്യാഘാതമായിട്ട് മൈഗ്രെയിൻ അങ്ങനെയുള്ള തലവേദനകൾ വിട്ടുമാറാതെ കാണുന്നുണ്ട്. ഇതെല്ലാം ഒരു പരിധിവരെ ശ്രദ്ധിക്കണം. മെയിനായിട്ട് ഞാനിവിടെ പറയാൻ പോകുന്നത്, ഒരു മണിക്കൂർ നമ്മൾ സ്മാർട്ട് ഫോണിൽ ചിലവഴിച്ച് കഴിഞ്ഞാൽ ചുരുങ്ങിയതൊരു 15 മിനിറ്റെങ്കിലും അതിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നമ്മളെ കണ്ണുകൾക്കും അതേമാതിരി കാതുകൾക്കും തലച്ചോറുകൾക്കും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് പഠനങ്ങൾ തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. ഇയർബഡ്സ് പോലുള്ള ഐറ്റംസൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വളരെ ശ്രദ്ധിക്കണം. ഒരു മണിക്കൂർ അത് തുടർച്ചയായിട്ട് യൂസ് ചെയ്താൽ 15 മിനിറ്റെങ്കിലും റെസ്റ്റ് കൊടുക്കണം. മുതിർന്നവരിൽ, അതായത് പ്രായമായവരിൽ കൂടി ഇന്ന് അതേമാതിരി മൊബൈൽ ഫോൺ അഡിക്ഷൻ കണ്ടുവരുന്നുണ്ട്. അവരുടെ സമയം പോക്കിന് വേണ്ടിയാണെങ്കിൽ പോലും അത് അവരുടെ ഉറക്കക്കുറവിനും മറ്റ് പല പ്രശ്നങ്ങൾക്കും കാരണമാവും. കഴുത്ത് വേദന, അതുപോലെ ഉണ്ടാകുന്ന ഡിപ്രഷൻ വരെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവർ ഇതൊക്കെ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ രക്ഷിതാക്കൾ വേണം കുട്ടികൾക്ക് അതിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മളത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാവിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, അതായത് നമ്മുടെ ചെവി തകർന്ന് അതുമൂലം നമ്മുടെ തലച്ചോറുകൾക്ക് ഒരുപാട് ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് കാണപ്പെടുന്നത്. എന്തായാലും ഈ കുറയ്ക്കാനുള്ള ഒരേ ഒരു വഴി 1 മണിക്കൂർ ഇടവിട്ട് തന്നെ ചെയ്യുക. മൊബൈൽ ഫോൺ ഇന്ന് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. താങ്ക് യു വെരി മച്ച്.